നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? എന്നെ എന്തിനാ തട്ടിക്കൊണ്ടു വന്നത്? ജീവിക്കാൻ പോലും ഗതിയില്ലാത്തവരാ ഞങ്ങള്. ഞാൻ ചോദിക്കുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? ആരെ പറഞ്ഞിട്ടാ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന്? മിണ്ടാതിരിക്കേ അവിടെ. കൂടുതൽ വെള്ളച്ചിൽ കാണിച്ചാലേ ഇവിടെ ഇട്ട് തീർക്കുന്നില്ല ഞങ്ങള്. ചേട്ടാ, നിങ്ങൾ ആരോടെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് വിഷമങ്ങളോട് കടന്നു പോണയാളാ ഞാൻ. എന്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേടി? ഇനി ഒരക്ഷരം നിന്റെ വായിന്ന് വന്നുപോയാ ആ നിമിഷം നിന്നെ ഞാൻ കൊല്ലും. മനസ്സിലായടി? ഹലോ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, വല്ലാത്ത ബഹള. ആര് പറഞ്ഞിട്ടാ കൊണ്ടുവന്നെന്നറിയണം, എന്താ ഉദ്ദേശിച്ചെന്നറിയണം. ഇടയ്ക്ക് കരച്ചിലും. കരയട്ടെ, നെഞ്ചു പൊട്ടി അവള് കരയട്ടെ. ചേച്ചിയെ പോലീസുകാർ വിട്ടല്ലോ, ഇനി എന്തിനാ ഇവിടെ നമുക്ക്? പോലീസുകാരെന്നെ വിട്ടതുകൊണ്ട് മാത്രം എനിക്ക് അവളോടുള്ള പക തീരില്ല ജയ. നാട്ടിലെന്നെ അവൾ എന്താ ചെയ്തെന്നറിയോ നിനക്ക്? എന്താ? നാട് നീളെ അവള് പോസ്റ്റ് ഒട്ടിച്ചു. ഞാൻ പെരുങ്കള്ളിയാണെന്നും ഞാൻ ഇനി കുട്ടനാട്ടില് കാലുകുത്താൻ പാടില്ലെന്നും ആളുകളെ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പൊ എന്ത് വേണമെന്ന് ചേച്ചി പറയുന്നേ? നാട്ടിൻപുറത്ത് നിസ്സാരായിട്ട് തീരേണ്ട ഒരു കേസ് ഇത്തരത്തിൽ വലുതാക്കിയത് അവളാ. അതിനവളെ കൊന്നു കളഞ്ഞാലല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. കുറച്ചുകൂടി രാത്രിയാവട്ടെ, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ഒരു തെളിവും ബാക്കിയാവാതെ സുന്ദരിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച് ഒരുത്തി ഇനി ഈ ഭൂമിയിൽ വേണ്ട. ചേച്ചി പറഞ്ഞാ മതി, പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം. എന്നെ വിട്ടേക്ക്, ദൈവത്തെ ഓർത്ത് എന്നെ വിട്ടേക്ക്. ഹലോ, സിത്താര മാഡം അല്ലേ? അതെ, ആരാണ്? എന്റെ പേരിന്റെ കൂടെ മാഡം എന്നോ സാറെന്നോ ഒന്നും ഇല്ല. ഞാൻ വെറും ഉദയൻ, കളരിക്കല ഉദയൻ. എന്താ വിളിച്ചത്? അതെ, നിങ്ങൾ അമ്മയും മോളും കൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങളുടെ മോൾ ആരുടെ കൂടെ കറങ്ങാൻ പോയി അവളെ കാണാനില്ല. അവളെ നവീൻ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് നിങ്ങൾ കേസും കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ തല്ലി ചതച്ചിട്ടിരിക്കുക. അനാവശ്യം പറയരുത്. പോലീസ് അയാളെ ഉപദ്രവിച്ചിട്ടില്ല. നവീൻ പിന്നെ എങ്ങനെ സുഖമില്ലാതെ ആശുപത്രിയിലായി? ആശുപത്രിയിലായ നവീൻ ഇതുവരെ ബോധം വീണിട്ടില്ലെന്ന്. ഏത് ഹോസ്പിറ്റല്? ഹോസ്പിറ്റല്. നിങ്ങളുടെ മോളുടെ ജാതകം എന്ന് ഞങ്ങളുടെ ചെറുക്കന്റെ ജാതകമായിട്ട് കൂട്ടിക്കെട്ടിയോ അന്ന് മുതൽ അപശകുനമാണ്. എന്തിനാ പെണ്ണുമ്പിള്ളേ നിങ്ങളുടെ ശാപവും കൂടി ഞങ്ങളുടെ തലയിലോട്ട് കെട്ടിവെക്കുന്നേ? ആർക്ക് ശാപം? എനിക്കോ അതോ എന്റെ മോക്കോ? തറവാട്ടിൽ എല്ലാരും കൂടെ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്റെ മുമ്പിൽ വിളമ്പാനായിട്ട് നിൽക്കണ്ട. സിതാര ശ്രീനിവാസനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അയ്യോ, ഞങ്ങൾക്ക് അത്ര കൂടുതൽ അറിയാനുള്ള ആഗ്രഹമൊന്നും ഇല്ല. ഇനി കളരിക്കൽ വീട്ടിലേക്കോ നവീൻ കിടക്കുന്ന ആശുപത്രിയിലേക്കോ നിങ്ങളെ കെട്ടിയെടുക്കണ്ട. കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. ശത്രുക്കളോട് ഒരു ദയം കാണിക്കത്തില്ല ഞങ്ങള്. സ്റ്റോപ്പ് ഇറ്റ്. തറവാട്ടിത്തത്തിന്റെ പേരിൽ നിങ്ങളെന്നല്ല എനിക്ക് നേരെ ഭീഷണി ഉയർത്തി കളരിക്കൽ തറവാട്ടിൽ നിന്ന് ആര് വന്നാലും അവരൊരു പാഠം പഠിച്ചേ മടങ്ങൂ. നവീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാത്രേ. എന്തു പറ്റി? അതൊരു പക്ഷേ അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തൊരു തന്ത്രമായി. നവീനെ പോലീസ് തല്ലി ചതച്ചു എന്നൊക്കെ പറഞ്ഞാ പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും.